നമസ്കാരം. ഇന്ന് ഇതുവരെയിലേക്ക് വിശദമായി ഞാൻ ഉമേഷ് ശിവരാമൻ. എന്നോടൊപ്പം കേൾവി വരുന്നതിനെ സഹായിക്കുന്നതിന് വേണ്ടി സോനാജറിയും. പത്തനംതിട്ടയിൽ കാട്ടുപോത്താക്രമണത്തിൽ വനംവകുപ്പ് താൽക്കാലിക വാച്ചർക്ക് പരിക്ക്. സന്തോഷിനാണ് പരിക്കേറ്റത്. കൈക്ക് ഗുരുതര പരിക്കേറ്റ സന്തോഷിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ ഒരു 11:30 കൂടിയാണ് ഇത്തരത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായതായി വിവരം ലഭിക്കുന്നത്. എന്തായാലും വനം വകുപ്പ് വാച്ചർ സന്തോഷ്, വനം വകുപ്പിന്റെ തന്നെ ഒരു തോട്ടമുണ്ട് പ്രദേശത്ത്. ആ പ്രദേശത്ത് വള്ളി വെട്ടുകയായിരുന്നു. ഈ സമയത്ത് ഒരു തേക്കിന്റെ പുറകുവശത്ത് നിന്ന് കാട്ടുപോത്ത് പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് സന്തോഷ് പറയുന്നത്. എന്തായാലും വലതു കൈക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ആദ്യഘട്ടത്തിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കാണ് സന്തോഷിനെ കൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. അവിടെ പരിശോധിച്ചതിന് ശേഷം പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. നിലയിൽ കാര്യമായ രീതിയിലുള്ള കുഴപ്പങ്ങളില്ല, പക്ഷേ കൈക്ക് ഗുരുതരമായ പരിക്കുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ സന്തോഷ് ഏറെക്കാലമായി ചെങ്ങറയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറാണ്. എന്തായാലും ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിമാറ്റം നടക്കാത്തതിൽ കടുത്ത അതൃപ്തിയുമായി NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. സംസ്ഥാന അധ്യക്ഷ പദം ഒഴിയാൻ തയ്യാറാണെന്നും പാർട്ടിക്ക് മന്ത്രിയെ സ്വന്തം തീരുമാനിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും PC ചാക്കോ നേതാക്കളെ അറിയിച്ചു. അതേസമയം PC ചാക്കോയ്ക്കെതിരെ മന്ത്രി AK ശശീന്ദ്രൻ രംഗത്ത് വന്നു. 5 വർഷത്തിനിടെ മന്ത്രിയെ മാറ്റില്ലെന്ന് ആദ്യം പറഞ്ഞത് PC ചാക്കോയാണെന്നും മന്ത്രിക്കെതിരായ നീക്കത്തിന് PC ചാക്കോ നേതൃത്വം നൽകിയെന്നും AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. 5 വർഷത്തിനിടയിൽ മന്ത്രിയെ മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന് കേരളീയ സമൂഹത്തോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ശ്രീ PC ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്നും തോമസ് കെ തോമസിനൊരു അവസരം കൊടുക്കണമെന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തി. നല്ല നിലയിൽ തീർക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു ഇതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ രാജിവെക്കാം, പക്ഷേ തോമസ് മന്ത്രിയാകുമെന്നൊരു ഉറപ്പുണ്ടാകണം. ശശീന്ദ്രനോ തോമസോ എന്നുള്ളതല്ല, പാർട്ടിക്ക് മന്ത്രി വേണം. യഥാർത്ഥത്തിൽ മന്ത്രിക്കെതിരെയുള്ളൊരു കുറ്റപത്രം തയ്യാറാക്കുന്ന യോഗമായി മാറിപ്പോയോ എന്ന് പലർക്കും സംശയമുണ്ടാക്കത്തക്ക വിധത്തിലാണ് അത് മറന്നുപോയത്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, അപ്പോൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, അങ്ങനെ ഒരു കലാപസ്ഥിതിയിലേക്ക് എത്തുന്നുവല്ലോ NCPയിലെ സാഹചര്യം. ദീപക്, അങ്ങനെ തന്നെ ഡോക്ടർ ഉന്മേഷ് കരുതേണ്ടി വരും. കാരണം NCPക്കകത്തൊരു വലിയ കലാപമുണ്ട്. ആ കലാപത്തിൽ മന്ത്രിയെ മാറ്റുക എന്നതിൽ മാത്രം സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോവിൻ്റെ നിലപാട് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കില്ല എന്നറിയിച്ചു, മന്ത്രിയാക്കാൻ പറ്റില്ല എന്നറിയിച്ചു. പക്ഷേ NCPയിലെ ഭൂരിപക്ഷം പ്രവർത്തകരുടെ താല്പര്യം മന്ത്രി ഉണ്ടാവുക NCPക്ക് എന്നുള്ളതാണ്. കാരണം ഏറെ ബുദ്ധിമുട്ടിയാണ് NCPക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നത്. ആ മന്ത്രിസ്ഥാനം 2ാം പിണറായി സർക്കാരിലും നിലനിർത്തുക, അതിൻ്റെ തുടർച്ചയുണ്ടാക്കുക എന്നുള്ളതാണ് പ്രവർത്തകരുടെ താല്പര്യം. ഇതാണ് മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് പങ്കുവച്ചത്. പക്ഷേ എന്നാൽ ആ തീരുമാനത്തെ, മുഖ്യമന്ത്രി പറഞ്ഞ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു. അങ്ങനെ പോകാൻ തനിക്ക് താല്പര്യമില്ല. മാത്രവുമല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മുന്നണി ബന്ധത്തെ ബാധിക്കും. ഇടതുമുന്നണിയെ ബാധിക്കുന്ന രീതിയിൽ, ബന്ധമുലയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കും ഞാൻ പോകാൻ തയ്യാറല്ല എന്നാണ് AK ശശീന്ദ്രൻ പറയുന്നത്. മാത്രവുമല്ല, ശരത് പവാറിൻ്റെ മുൻപിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു. ആ സമയത്ത് മന്ത്രിസ്ഥാനം NCPക്ക് ഉറപ്പാണെങ്കിൽ താൻ രാജിവെക്കാം, അതായത് തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമെങ്കിൽ മാത്രമേ രാജിവെക്കുകയുള്ളൂ എന്ന് ശരത് പവാറിനോട് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന നിലപാടിലെത്തി. പക്ഷേ വീണ്ടും ഇത് ചർച്ചയാക്കുന്നത് ഈ PC ചാക്കോവും തോമസ് കെ തോമസുമാണ്. അത് പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമല്ല എന്നുള്ളതാണ് AK ശശീന്ദ്രൻ പറയുന്നത്. അതായത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് വഴങ്ങാൻ തീരുമാനിച്ചിട്ടും ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് വീണ്ടും പോകുന്നതിൽ കൃത്യമായ അതൃപ്തിയാണ് AK ശശീന്ദ്രൻ 24നോട് പറയുന്ന സമയത്ത് പ്രകടിപ്പിച്ചത്. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. പാർലമെന്റ് കവാടത്തിലെ കയ്യാങ്കളിയിൽ വിശദീകരണവുമായി കോൺഗ്രസ്. പ്രതിപക്ഷത്തിൻ്റെത് സമാധാന പ്രതിഷേധമായിരുന്നുവെന്നും BJP നേതാക്കൾ ആക്രമിച്ചെന്നും ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. അദാനി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. अंबेडकर जी का अपमान किया है, उसकी अपॉलॉजी होनी चाहिए और रिजाइन करना चाहिए होम मिनिस्टर को. और जो मेन मुद्दा है जिसको ये मिटाना चाह रहे हैं, घुमाना चाह रहे हैं, मेन मुद्दा है कि नरेंद्र मोदी जी के मित्र अदानी जी के खिलाफ यूनाइटेड स्टेट्स में केस है, उनको वहां इंडाइट किया गया है और अदानी जी को नरेंद्र मोदी जी हिंदुस्तान बेच रहे हैं. ये मेन मुद्दा है और इसकी डिस्कशन ये लोग नहीं चाहते हैं. അംബേദ്കറുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. വിനീത വിജിയുടെ വിവരങ്ങൾ. വിനീത, നമ്മൾ പാർലമെന്റിൽ കണ്ട രംഗങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നിലപാട്
വ്യക്തമാക്കുകയാണല്ലോ. വിനീത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നുണ്ടായ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമാണ് നിലപാട് വ്യക്തമാക്കിയതിൽ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പാർലമെന്റ് ശൈത്യകാല സമ്മേളനം തുടങ്ങിയത് മുതൽ തന്നെ ഈ അദാനിയുമായി ബന്ധപ്പെട്ട കേസുകൾ ചർച്ച ചെയ്യണമെന്നൊക്കെ കോൺഗ്രസും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഈ ഘട്ടത്തിൽ BJP നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. തുടക്കം മുതലുള്ള അത്തരം ചർച്ചകൾക്കൊന്നും തന്നെ BJP തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നാലെയാണ് അമിത്ഷായുടെ ഈ ഒരു പ്രസ്താവന വരുന്നത്. ഇപ്പോഴിതാ അത് ഈ ഒരു പ്രതിഷേധങ്ങളിലേക്കടക്കം ആ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഭരണഘടനയും അംബേദ്കറിനെയും BJP നിരന്തരമായി അപമാനിക്കുകയാണെന്നാണ് പറയുന്നത്. ഇന്ന് പ്രതിഷേധമുണ്ടായതും അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒന്നെങ്കിൽ അമിത്ഷാ മാപ്പ് പറയുക, അല്ലെങ്കിൽ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഈ പ്രതിഷേധമുണ്ടായിരുന്നത്. BJP ആരോപിക്കുന്നത് പോലെ ആ ഒരു പ്രതിഷേധത്തിൽ ഒരു കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കോൺഗ്രസ് MPമാർ ഒരു ഉന്തും തള്ളിലേക്കോ ഒന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം സമാധാനപരമായിരുന്നു ഇന്നത്തെ പ്രതിഷേധമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അമിത്ഷായുടെ ഈ അംബേദ്കർക്കെതിരെയുള്ള ആ ഒരു പ്രസ്താവനയെ പരാമർശത്തിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നെങ്കിൽ അമിത്ഷാ സ്വയം രാജിവെക്കണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം. പക്ഷേ ഇത് രണ്ടും നടക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇതിൽ പറഞ്ഞത് രാജ്യത്തെ പ്രധാനമന്ത്രി അദാനിക്ക് വിൽക്കുന്നുവെന്നൊരു ആരോപണം കൂടിയാണ്. എന്താണെങ്കിലും ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഇതാ കോൺഗ്രസ് അവരുടെ നിലപാടും ഒപ്പം തന്നെ ഈ പ്രതിഷേധത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിനീത വിജയൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. ഉത്തർപ്രദേശ് സ്വദേശിനിയുടെ മരണം കൊലപാതകം എന്ന് കണ്ടെത്തൽ. ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിതാവ് അജാസ് ഖാനും വളർത്തമ്മയും കസ്റ്റഡിയിൽ. വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയാണ് കോതമംഗലം നെല്ലിക്കുഴിയിലെ 1-ാം വാർഡിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശിനി 6 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭക്ഷണം കഴിച്ച് കുട്ടി രാത്രി കിടന്നു, രാവിലെ എഴുന്നേറ്റപ്പോൾ വിളിച്ചില്ല എന്നാണ് ഈ മാതാപിതാക്കൾ പുറത്ത് അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി. പോലീസ് ശരീരത്തിൽ മുറിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ പിന്നാലെ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോസ്റ്റ്മോർട്ടത്തിലാണ് നിലവിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിദാരുണമായ സംഭവമാണ്. ഇതിൽ ദുരൂഹത അഴിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ വളർത്തു മാതാവിനെ അതോടൊപ്പം തന്നെ പിതാവിനെയും കുട്ടിയുടെ പിതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ പിടിയിലാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരു സ്വാഭാവിക മരണമെന്ന് രാവിലെ കരുതിയിരുന്നെങ്കിൽ അത് ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതൊരു ക്രൂര കൊലപാതകമായി മാറുന്നു. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഉന്മേഷ്, ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന എന്താണ് ഇക്കാര്യത്തിൽ? ഉമേഷ്, രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പക്ഷേ അതിൽ കാര്യമായ അസ്വാഭാവികതകളൊന്നും പോലീസിന് തോന്നിയിരുന്നില്ല. പ്രത്യേകിച്ച് മുറിപ്പാടുകളൊന്നും പോലീസിനെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടം വരെ പോലീസ് വെയിറ്റ് ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം റിസൾട്ട് പ്രാഥമിക റിപ്പോർട്ട് പോലീസിന് കിട്ടിയത്. അതിലാണ് കൊലപാതകം മനസ്സിലായത്. അതിന് പിന്നാലെയാണ് ഈ അമ്മയും അതോടൊപ്പം തന്നെ പിതാവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ തെളിവുകൾ ലഭ്യമാകും എന്നാണ് പോലീസ് പങ്കുവെക്കുന്ന പ്രതീക്ഷ. ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇതൊരു കൊലപാതകമായതിനാൽ തന്നെ ആരാണ് കൊലപ്പെടുത്തിയത് എന്നൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്താനാകുമെന്ന സൂചനയും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിലെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട BJP നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. जल्द से जल्द मेडिकल हेल्प मिले. मैं समझता हूँ ये इतना घिनौना हरकत है, ग्रीवियसली हर्ट करने की जो उन्होंने कोशिश की है प्रताप सारंगी जी को, जिस प्रकार से धक्का मार के अंदर घुस के सभी को उन्होंने अटैक किया है, उसके लिए उन्होंने सिर्फ माफी नहीं मांगनी चाहिए, उन्होंने पश्चाताप दिखाना चाहिए बजाय के टीवी पे आके सीना जोरी करें. मैं तो स्वयं सारंगी जी को देखने गया, मुकेश राजपूत जी को देखने गया, और मैंने बताया मुकेश राजपूत जी होश में नहीं थे, उनकी MRI हो रही है. अब ये साधारण धक्का मुक्की इसको कहेंगे क्या? मैं इतना जरूर कहूंगा कि ऐसा व्यक्ति नेता प्रतिपक्ष के पद पर रहने के लायक नहीं है. अंतिम प्रश्न अनामिका जी. सर, बार-बार राहुल गांधी यही कह रहे हैं कि पहले उन्हें धक्का दिया गया और उनके साथ जो आज प्रदर्शन में सांसद जिनमें ज्यादा महिलाएं थी और उन्हें भी धक्का मुक्की की गई, लेकिन वो इस संविधान के मुद्दे से हटना नहीं चाहते, इसलिए वो ध्यान नहीं बनाना चाहते. दूसरी चीज, भाजपा क्या राहुल गांधी की सदस्यता
हमारा केवल इतना कहना है कि उन्होंने जो किया वो सबने देखा है, और मैं बार बार कह रहा हूं कि हम उनके पास नहीं गए थे। हमारे सांसद जहां विरोध प्रकट कर रहे थे उनके बीच में जाके वो घुसे। सारी चीजें साफ है, सच्चाई साफ नजर आ रही है, और मैं केवल इतना कहना चाहूंगा कि ऐसा व्यक्ति नेता प्रतिपक्ष के पद पर रहने के लायक नहीं है। आप सभी मीडिया के साथियों का बहुत बहुत धन्यवाद। BJP നേതാക്കളുടെ വാർത്താ സമ്മേളനമായിരുന്നു. പാർലമെന്റിലെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നൊരു വാർത്ത. പത്തനംതിട്ട കോന്നിയിൽ വീടിനുള്ളിൽ രാജവെമ്പാല കയറി എന്നുള്ളതാണ്. വനംവകുപ്പ് എത്തി പാമ്പിനെ പിടികൂടി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മറ്റൊരു വാർത്ത, കാക്കനാട് മെട്രോ നിർമ്മാണ സ്ഥലത്ത് ട്രിപ്പർ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഹിറ്റാച്ചി പിന്നോട്ടെടുക്കുമ്പോൾ അപകടമുണ്ടായി എന്നുള്ള വാർത്ത. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലുവ സ്വദേശി അഹമ്മദ് നൂറാണ് മരിച്ചത്. അപകട സമയത്ത് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അൻമരിയ ചേരുന്നുണ്ട് അപകട സ്ഥലത്ത്. അൻമരിയ, ഇത് എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കാക്കനാട് പ്രസ് ക്ലബിനോട് ചേർന്നുള്ള ഈ മെട്രോ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അതിദാരുണമായിട്ടുള്ള ഈ അപകടം സംഭവിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഒരു ടിപ്പറും ഒരു ഹിറ്റാച്ചിയും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതിനകത്ത് ആ ടിപ്പറിൽ ഉണ്ടായിരുന്ന ടിപ്പർ ഡ്രൈവറായിട്ടുള്ള അഹമ്മദ് നൂർ, അതായത് ആലുവ സ്വദേശി 28 വയസ്സുകാരനായ അഹമ്മദ് നൂറിനാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഈ ഉച്ചയ്ക്ക് ഏകദേശം 2:45 ഈ സമയത്താണ് അപകടമുണ്ടാക്കുന്നത്. ഈ ഹിറ്റാച്ചിയിൽ ടിപ്പറിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതിനിടയിൽ മണ്ണ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനായി ടിപ്പറിൽ നിന്നും അദ്ദേഹം പുറകിലേക്ക് ഇറങ്ങി വരികയാണ്. പിന്നീട് ഈ പുറകിൽ നിന്ന് ആ നോക്കുന്നതിനിടയിൽ ഇദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം ഹിറ്റാച്ചി ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഹിറ്റാച്ചി പിന്നോട്ടെടുക്കുമ്പോൾ ഈ ടിപ്പറിനും ഹിറ്റാച്ചിക്കും ഇടയിൽപ്പെട്ടാണ് അപകടമുണ്ടാകുന്നത്. ഉടൻ തന്നെ ഈ സമീപത്ത് ഈ മെട്രോ നിർമ്മാണം നടക്കുന്നതിനിടയിലെ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. അതിദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളിൽ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആലുവ സ്വദേശിയായിട്ടുള്ള അഹമ്മദ് നൂറാണ് അതിദാരുണമായി അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ആൻമരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട കോന്നിയിൽ വീടിനുള്ളിൽ രാജവെമ്പാല. ഹോളോബ്രിക്സ് കമ്പനി ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ അടുക്കളയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. പത്തനംതിട്ട കോന്നിയിലാണ് ഈ സംഭവം. വീടിനുള്ളിലാണ് രാജവെമ്പാലയെ കണ്ടത്. ഹോളോബ്രിക്സ് കമ്പനി ജീവനക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ അടുക്കളയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ കണ്ടപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ഇന്നയോടെയാണ് ഇത്തരത്തിൽ രാജവെമ്പാല ശ്രദ്ധയിൽ. രാജവെമ്പാല ജീവനക്കാർ KG കമ്പനിയാണിത്. അഗ്നിയുടമാണ് ആ കെട്ടിടത്തിൽ ജീവനക്കാർ താമസിക്കുന്നത്. ശ്രീജിത്ത്, ടെലിഫോൺ ബന്ധത്തിൽ സാങ്കേതിക തകരാറുണ്ട്. കോന്നിയിലാണ് വീടിനുള്ളിൽ രാജവെമ്പാലയെ കണ്ടത്. കോഴിക്കോട് വളയത്ത് 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ഗുരുതര പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിലും 2 പേരെ വടകര ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സമീർ സി മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, വളയത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കടന്നൽ ആക്രമണത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. സാരമായി തന്നെ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മീമുട്ടിയിൽ ബിന്ദുവിനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവർക്കൊപ്പം തൊഴിലെടുത്തുന്ന 2 പേർ ഇപ്പോൾ വടകര ജില്ലാ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടെ ഉള്ള കച്ചേരി പറമ്പത്ത് അബ്ദുള്ള എന്നവരുടെ സ്ഥലത്ത് ഇവർ ജോലി ചെയ്യുകയായിരുന്നു. അവരുടെ കൃഷിസ്ഥലത്ത് കാട് വെട്ടി തെളിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു കടന്നൽ ആക്രമണം ഉണ്ടാവുകയും അതിൽ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്.
മുത്തങ്ങച്ചാലിൽ സജിന, അതുപോലെ തന്നെ ഇവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന കമല, ബീന എന്നിവർക്കും ഈ സ്ഥലത്തിൻ്റെ ഉടമയായിട്ടുള്ള കുഞ്ഞബ്ദുള്ളക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ചികിത്സ തേടിയിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്ന് ഇതുവരെ പൂർത്തിയാകുന്നു.